ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുദീർഘമായ ആമുഖങ്ങൾ ഒഴിവാക്കുകയാണ്. സച്ചരിതരുടെ പാത എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഒരല്പം വാചാലമാവാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു ഈ വഅ്ളുകൊണ്ട് സാധുവായ എനിക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും രണ്ട് ലോകത്തും ഉപകാരം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും അനുഗ്രഹീതമായ മർഹൂം ചെറുവാളൂർ ഉസ്താദ് നഗർ എന്നറിയപ്പെടുന്ന റിംഗ് പ്ലാസ ഓഡിറ്റോറിയത്തിന്റെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സംഗമിച്ചു. SKSSF-ഉം SYS-ഉം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കുകൊള്ളുക എന്നതാണ് ഇവിടെ വന്നതിൻ്റെ ആവശ്യം. അതായത് ഈ ഗ്രൗണ്ടിൽ നമ്മൾ സമ്മേളിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം ഈ പരിപാടിയിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് പങ്കാളികളാവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരാളൊരു രംഗത്ത് എന്തിനു വേണ്ടിയാണോ വന്നത് അതാണ് അയാളുടെ പ്രധാന ആവശ്യം. ഭൂമിയിൽ മനുഷ്യൻ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ഭൂമിയെ പടച്ച മനുഷ്യനെ പടച്ച അള്ളാഹു നമ്മോട് അറിയിച്ചിട്ടുള്ളത്. നമ്മളിവിടെ വന്നത് ഹിദായത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു ഹിദായത്ത് തരട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളാണ് പരിസരങ്ങളിൽ മതമെന്ന പേരിൽ, ഇസ്ലാം എന്ന പേരിൽ പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ നക്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അൽ ബഖറയുടെ 38-ാമത്തെ ആയത്ത്. ഭൂമിയിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ആദ്യ മനുഷ്യനോട്. ഇവിടെ നിങ്ങൾക്ക് ഹിദായത്ത് വന്നു കഴിഞ്ഞാൽ ഫമൻ തബിഅ ഹുദായ, ആരെങ്കിലും എൻ്റെ ഹിദായത്തിനെ പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പേടിക്കണ്ട, സങ്കടപ്പെടേണ്ട, രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിദായത്ത് കിട്ടണം. ഹിദായത്തിന് വലിയ പ്രാധാന്യമുള്ളത്. ഖുർആൻ ഹിദായത്ത് പറഞ്ഞതിന് ശേഷമാണ് ഈമാനിനെ പറഞ്ഞിട്ടുള്ളത്, ഇൽമിനെ പറഞ്ഞിട്ടുള്ളത്, ഇബാദത്തിനെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് ഹിദായത്താണ്. ഈ നാല് നമുക്ക് വേണ്ടതാണ്. ഹിദായത്ത് വേണം, ഈമാൻ വേണം, ഇൽമ് വേണം, ഇബാദത്ത് വേണം. പക്ഷെ ഖുർആൻ ആദ്യം ഹിദായത്താണ് പറഞ്ഞത്. ഈ നാല് നമുക്ക് വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. എല്ലാവർക്കും അറിയാം ഈ ആയത്തുകൾ. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഹിദായത്താണ് ഖുർആൻ. ആദ്യം ഹിദായത്ത് പറഞ്ഞു. മുത്തഖീങ്ങൾക്ക് ഹിദായത്താണ് ഖുർആൻ. അതിനുശേഷം പറയുന്നു ആന മുത്തഖീങ്ങള് അല്ലദീന യുമിനൂൻ, ഈമാൻ. അതിനുശേഷം പറഞ്ഞത് ഹിദായത്തിന് ശേഷം. പിന്നെ പറഞ്ഞു വയുഖീമൂന സ്വലാ, അമല് പറയുന്നത്, ഇബാദത്ത് പറയുന്നത്, അതിനോടനുബന്ധമായി അറിയേണ്ട അറിവ് പറയുന്നത് ഈമാനിന്റെ ശേഷം. അപ്പൊ ഈമാന്റെ മുമ്പ് ഹിദായത്ത്, അത് കഴിഞ്ഞ് ആദ്യം ഹിദായത്ത്, പിന്നെ ഈമാൻ, പിന്നെ ഇബാദത്തും അനുബന്ധമായ ഇൽമും. ഇതിൽ ഹിദായത്ത് ഒഴിച്ചുള്ള എല്ലാം ഇബ്ലീസിനുണ്ടായിരുന്നു, ഹിദായത്ത് ഉണ്ടായിട്ടില്ല. ഇബ്ലീസിന് ഇൽമുണ്ട്, ഈമാനുണ്ട്. ഇബ്ലീസിന്റെ ഈമാൻ ഖുർആൻ പറയുന്നു. ബദറിന്റെ രണഭൂമിയിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَى
الشيطان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. നജദ്കാരനായ യുദ്ധപാഠവമുള്ള ഒരു കാരണവരുടെ കോലത്തിലാണ് ബദറില് അബൂജഹലിന്റെ മുന്നില്, ഉത്ബത്തിന്റെ മുന്നില്, ഉമയ്യത്തിന്റെ മുന്നില്, ശൈബത്തിന്റെ മുന്നില് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് നേതൃത്വം കൊടുക്കുന്നത്. മഹാന്മാരായ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടപ്പോ അവൻ പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ്. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് അള്ളാനെ പേടിയാണ്. ഈമാനാണിത്. ഇബ്ലീസിന് ഈമാനുണ്ട്, ഇൽമുണ്ട്. 20,000 വർഷം മലക്കുകൾക്ക് ദർസ് നടത്തി, 80,000 കൊല്ലം തുടർച്ചയായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. ചെറിയ കാര്യമാണത്. പക്ഷേ ഇബ്ലീസിന് ഹിദായത്തില്ല. എങ്ങനെയാ ഹിദായത്ത് നഷ്ടപ്പെട്ടത്? മഹാനായ സയ്യിദുനാ ആദം, ഇത്ര ആളുകൾ കൂടിയതല്ലേ, സയ്യിദുനാ ആദം മഹാനവറുകളെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ ഈമാനുണ്ടായിട്ടും ഇബാദത്തുണ്ടായിട്ടും ഇൽമുണ്ടായിട്ടും ഇബ്ലീസിന് ഹിദായത്തില്ലാതെ പോയതിന്റെ പേരിൽ ഇബ്ലീസ് ശപിക്കപ്പെട്ടു. സഹോദരാ, ഹിദായത്തിന് വേണ്ടിയിട്ടാ ഞാനും നിങ്ങളും ഭൂമിയിൽ വന്നത്. എവിടെയാ ഉസ്താദേ ഹിദായത്ത് കിട്ടാ? എവിടെ കിട്ടും ഹിദായത്ത്? ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലാണോ കിട്ടുന്നത്? ഹിദായത്ത് കിട്ടുന്നത് വഴിയിലാണെന്ന് ഖുർആൻ. ശ്രദ്ധിക്കണം കേട്ടോ. ഹിദായത്ത് കിട്ടുന്നത് വഴിയിലാണെന്ന് ഖുർആൻ. ആ വഴിക്ക് വേണ്ടിയിട്ടുള്ള ദുആയ ഒരാളുടെ ജീവിതത്തിൽ ആകെ നിർബന്ധമുള്ള ദുആ. അത് എവിടെയും പോയിരുന്ന് ചെയ്താൽ പറ്റൂല. ആ ദുആ ചെയ്യാൻ അഫ്ളലുൽ ഇബാദാത്ത് എന്ന പദവിയുള്ള നിസ്കാരത്തിന്റെ അകത്ത് വെച്ച് തന്നെ ചെയ്യണം. ഒരു വട്ടം ചെയ്താൽ പോരാ, 17 വട്ടം ഫർളാണ്. അക്ഷരശുദ്ധി അതിന് വേണ്ടി പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ആ ദുആ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നിരിക്കുന്ന അധ്യായം, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അധ്യായം ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ. ആ ദുആ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ 6-ാമത്തെ ആയത്തിൽ. 5 ആയത്തുകൾ അതിനു മുമ്പ് പറഞ്ഞത് ആ ദുആ സ്വീകരിക്കാനുള്ള ഖുർബാനാണ്. അള്ളാന്റെ 6 പ്രകീർത്തനം പറഞ്ഞിട്ടാ, 5 പ്രകീർത്തനം പറഞ്ഞിട്ടാ 6-ാമത്തെ ആയത്തിൽ ഹിദായത്തിന്റെ ദുആ, അനിവാര്യ ദുആ, നിർബന്ധ ദുആ, ഫർളായ ദുആ, ഉമ്മുദ്ദുആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീം എന്ന വഴിയുണ്ട്, അങ്ങോട്ട് കേറ്റണേ. ഹിദായത്ത് ആ വഴിയിലാ കിട്ടൂ. വഴിയിലാ കിട്ടും. അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞത്, വിവരമുള്ള ഇബ്ലീസ് പറഞ്ഞത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല ഫബിമാ അഗ്വൈതനി لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അള്ളാഹുവോട് പറഞ്ഞു, മനുഷ്യനെ വഴിപിഴപ്പിക്കും ഞാൻ. അള്ളാഹ് അനുവാദം കൊടുത്തു. കുറച്ചും കൂടി മോണിറ്റർ. അള്ളാഹു അനുവാദം കൊടുത്തു. അപ്പൊ ഇബ്ലീസ് അള്ളാഹുവോട് പറയുന്നുണ്ട്, അള്ളാഹുവേ ലഅഖുദന്ന ലഹും, അവരെ വഴിപിഴപ്പിക്കാൻ ഞാൻ പോയിരിക്കുന്നത് സിറാത്തുൽ മുസ്തഖീം. നമ്മൾ 17 വട്ടം ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന ആ വഴിയിലാ ഞാൻ വഴി പിഴപ്പിക്കാൻ പോയിരിക്കുക. അവരോട് പറയും, ഇതിലല്ല, അങ്ങോട്ട് പോ, റൈറ്റ് പോ, ലെഫ്റ്റ് പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴി തിരിച്ചു.
ആട്ടെ, എന്താ വഴി? എന്താ സഹോദര വഴി? സാധാരണ മലയാളത്തിൽ വഴി എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ വഴി? വഴി എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനമുണ്ട്, ഒരു നിർവചനമുണ്ട്. വഴി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ കടലായിലെ ഈ സ്ഥലത്തേക്ക് വരാൻ എനിക്കിങ്ങനെ ആ പറമ്പിക്കട ചാടി ഈ പറമ്പിക്കട ചാടി അപ്പുറം പുഴ കടന്ന് അങ്ങനെ പോരാൻ എനിക്ക്. പക്ഷേ പ്രിയപ്പെട്ട സുഹൈൽ എന്നോട് പറഞ്ഞ സമയത്തിന് ഞാനിവിടെ എത്താതിരിക്കാം. എത്തിയാൽ തന്നെ ഒരു പക്ഷേ നിശ്ചയിക്കപ്പെട്ട സമയത്തിന് ഞാൻ എത്തിക്കൊള്ളുന്നില്ല. അത് വഴിയല്ല. ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തി, ആ ബസ്സിന്റെ അകത്തേക്ക് കയറാൻ നിശ്ചയിക്കപ്പെട്ട ഒരു വഴിയുണ്ട്. നമുക്ക് ലക്ഷ്യം ഉണ്ട്, മാർഗം ഏതായാലും പറ്റൂല. മാർഗം ഹിദായത്തിന്റെ മാർഗമാവണം. നമ്മുടെ ലക്ഷ്യം അള്ളയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴുണ്ട് ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തിയാൽ ബസ്സിലേക്ക് കയറാൻ, വേഗം കയറാൻ പറ്റും. അതിന്റെ വിൻഡോ ഭാഗമുണ്ട്. അപ്പോഴുണ്ട് ഒരു ബിരുദൻ അതിന്റെ ടയറിൽ ചവിട്ടി കെട്ടി തൂങ്ങി അതിലൂടെ ആദ്യം തലയിട്ട് പിന്നെ എല്ലാവരും കൂടി തള്ളി അവന്റെ ഉടലപ്പുറത്തേക്ക് തള്ളിയിട്ട് ഒരാൾ ബസ്സിന്റെ അകത്ത് കയറി. ബസ്സിൽ കയറാ എന്ന ആവശ്യോടെ നടന്ന് വഴി അവന് ഇല്ല, ഹിദായത്ത് ഇല്ല, അപകടത്തിൽപ്പെടാം. അള്ളാഹു കാക്കട്ടെ. എന്താ വഴി? നിശ്ചയിക്കപ്പെട്ടതും മുമ്പ് കുറെ ആളുകൾ സഞ്ചരിച്ചതും ഇനി കുറെ പേർ സഞ്ചരിക്കേണ്ടതുമായ ഒന്ന് എന്തോ, അതാണ് വഴി. ലക്ഷ്യമുണ്ടോ? അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു വഴിയുണ്ട്. ആ വഴി എന്താ? കുറെ ആളുകൾ മുമ്പ് പോയിട്ടുണ്ട്. ഇതെല്ലായിടത്തുള്ള കാര്യമാണ്. ഇന്ന് എന്താഴ്ചയാ നാസർ ഫൈസി? ഇന്ന് വ്യാഴം, വെള്ളിയാഴ്ച രാവ്. ഇന്ന് വ്യാഴാണെന്ന് ബുഖാരിലുണ്ടോ? ഇല്ല. കാരണം ഇന്നലെ എന്താഴ്ചയായിരുന്നു? നിങ്ങൾ ഈ കോഴി വെള്ളത്തിൽ ചാടിയ മാതിരി ഇരിക്കരുത്, സച്ചരിത്ര പാത കയറാനുള്ളതാണ്. ഇന്നലെ എന്താഴ്ചയായിരുന്നു? ഇന്നലെ ചൊവ്വ, ഇന്ന് വ്യാഴാവോ? ഇന്നലെ ബുധനായതുകൊണ്ട് ഇന്ന് വ്യാഴം. ഇന്നലെ കഴിഞ്ഞു പോയ ബുധനെ മറന്നാ ഇന്ന് വ്യാഴാണെന്ന് കിട്ടൂല. മുമ്പ് കഴിഞ്ഞു പോയവനെ മറക്കാൻ പാടില്ല. റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഇന്നലെ കഴിഞ്ഞ സാബിഖീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ. ഞാനതിലേക്ക് വരുന്നു. അതുകൊണ്ട് സഞ്ചാരത്തിന് വഴി ഏതുമാകാം, പക്ഷെ ലക്ഷ്യമുണ്ടെങ്കിൽ ശരിയായ വഴി തന്നെ വേണം. അല്ലെങ്കിൽ ബസ്സിൽ കയറിയ ആളുടെ കഥ പറഞ്ഞോലാവും, അപകടത്തിൽപ്പെടാം. ആ ശരിയായ വഴി അല്ലെങ്കിൽ എത്തേണ്ട സമയത്ത് എത്തൂല, എത്തേണ്ടോടത്ത് എത്തൂല. ആ ബസ്സിൽ അങ്ങനെ കയറി ബസ്സൊന്ന് നീങ്ങി അവൻ പോവേണ്ടത് ഇരിങ്ങാലക്കുടക്കാണെങ്കിൽ ഒരു പക്ഷെ അവൻ എറണാകുളം ആസ്റ്ററിലേക്കായിരിക്കും പോകേണ്ടവരാ. അതാണ് വഴി നന്നാവണം, വഴി നന്നാവണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ വഴി ആരുടെ വഴി എന്നറിയുമോ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. പരിശുദ്ധ ഖുർആനിന്റെ പ്രോട്ടോകോളിനെതിരാണ്. ഉള്ളടക്കത്തിൽ വ്യാഖ്യാനം, ഉള്ളടക്കമാണ് ഖുർആനിന്റെ ഉള്ളടക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. അവിടെ വ്യാഖ്യാനം പാടില്ല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോ ആ ചൊവ്വായ വഴി ഏതാണെന്ന് പറയാൻ തൊട്ടടുത്ത ആയത്ത്, 6-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനമാ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം. കണ്ടോ? ഉള്ളടക്കം പ്രോട്ടോകോള് തെറ്റിച്ച് വ്യാഖ്യാനത്തെ കൊണ്ടുവന്നത് ആ ഉള്ളടക്കത്തിൽ പ്രതിപാദിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രാധാന്യം തന്നെയാ. ഇത്തിരി കടുപ്പമുണ്ട് ഈ ഭാഗം പറയുമ്പോൾ. ഞാൻ നേരെ വിഷയത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് സച്ചരിതരുടെ പാതയിലേക്ക് കയറണമെങ്കിൽ ഖുർആൻ പറയുന്നു, നേരെ ചൊവ്വയുള്ള വഴി ഏതെന്ന് കാണണം. ആ വഴി തേടുന്നവന്റെ മുന്നിലാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ എന്ന ഖാജാ റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ കഴിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ യംസി മുകിബ്ബൻ അലാ വജ്ഹിഹി അക്ദാ അമ്മൻ യംസി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഒരാൾ മുഖം കുത്തി എഴഞ്ഞെഴഞ്ഞുകൊണ്ടൊരു വഴിക്ക് പോകുന്നു.
അവനാണോ നേരെ ചൊവ്വെ സാധാരണ മുൻഗാമികൾ നടന്ന പോലെ കാലിൽ ചവിട്ടടികളായി ചുവടുവെപ്പുകളായി നടന്ന വഴിക്ക് പോകുന്ന നേരെ ചൊവ്വെ നടക്കുന്നവനാണോ ശരിയായ യാത്രക്കാരൻ എന്ന ഖുർആന്റെ ചോദ്യം. സൂറത്തുൽ മുൽക്ക്. നേരെ പോവാൻ, മുഖം കുത്തി ശരീരം ഉടഞ്ഞു പോവാതിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുത്തവർക്ക് കൊടുത്ത പോലെ എനിക്ക് തരണം എന്നല്ല പറഞ്ഞത്, നീ കൊടുത്തവരിലേക്ക് എന്നെ ചേർക്കണേ. അതിനുള്ള യോഗ്യത ഒന്നുമില്ല, എന്നാൽ അതിലേക്കൊന്ന് കൂട്ടിയേക്കണേ അല്ലാഹ്. നിന്നെ സംബന്ധിച്ച് അതൊരു മുടക്കുള്ള കാര്യമല്ലല്ലോ. നേരെ ചൊവ്വൊരു വഴി, അതല്ലാത്ത വഴിയും കാണാം. കേട്ടോളൂ, ഇത് പറയാ മാത്രല്ല, ഈ ഹിദായത്ത് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ എല്ലാ രീതിശാസ്ത്രവും ഉപയോഗിച്ചു. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്താ. ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് നേരെ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്, സ്വഹാബത്തെ ഇത് അള്ളാന്റെ മാർഗമാ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിദായത്ത് കിട്ടുന്ന വഴിതെ ഈ നേരെ വരച്ച വര ആ വഴിയാണ്. ആ വര വരച്ച തുടക്കവും ഒടുക്കവും രണ്ട് അഗ്രങ്ങളുണ്ടല്ലോ, അവിടെ തുടങ്ങി അവസാനിക്കുന്ന രീതിയിൽ ചുറ്റിലും മറ്റു വരകൾ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായും വളഞ്ഞു പോകും. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ ഇടതുവശത്തും വലതുവശത്തും പിന്നെയും ധാരാളം വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലും മുതഫർരിഖത്തുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ. ഞാൻ ഈ ചുറ്റിലും വരച്ചിരിക്കുന്ന ഓരോ വരകളും അത് ഹിദായത്തില്ലാത്ത വരകളാണ്, വഴികളാണ്. എല്ലാത്തിലും പിശാചുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ രീതിയിലാണ് വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ذلكم وصاكم به لعلكم تتقون. അല്ലാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. ചിന്തിച്ചു നോക്കണേ സഹോദര. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ചുറ്റിലും വരച്ച വര നമുക്കിന്ന് കാണാൻ കഴിയും. അതൊരു മജ്ലിസിലേക്ക് കടന്നു വന്നാൽ കുറെ പേര് ദ്വാരക്കുന്നു, ആമീൻ പറയുന്നു. അപ്പോഴുണ്ട് ഒരു മൂപ്പൻ കേമനായിട്ട് അതിലൊന്നും കൂടുന്നില്ല. ഞാൻ ഇതിലൊന്നും പെട്ട ആളല്ല. കുറെ പേര് നിസ്കാരത്തിൽ കുനൂത്തോതുമ്പോ അവന് കൈ പൊക്കണമെന്നില്ല. കുറെ ആളുകൾ തലമറച്ച് നിസ്കരിക്കുമ്പോൾ അത് അവന് ബാധകമല്ല. മുസ്ലിമീങ്ങൾ കൈ കെട്ടി നിസ്കരിക്കുന്ന കോലത്തിലല്ല അവൻ കൈ കെട്ടാം. മരിച്ചാൽ പറമ്പിൽ ഒരു പശുവിനെ കുഴിച്ചിടുന്ന പോലെ ആലാഘവത്തിൽ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ബന്ധുക്കളെ മറവ് ചെയ്തു പോരും ഒരു ബന്ധോല. അങ്ങനെ കുറെ പടപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ ആ നേരായ വഴിയിൽ നിന്ന് ഒന്നപ്പുറത്തേക്ക് മാറിയാൽ അങ്ങനെ സംഭവിക്കാം. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലയഅതിയന്ന അലാ ഉമ്മത്തി മാ അതാ അലാ ബനി ഇസ്രായീല ഹദവൻ നഅൽ ബിൻ നഅൽ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലത്തേക്കാല് പോയ അതേ വഴിക്ക് തന്നെ ആ ഇടത്തേക്കാല് പോവാം. വലതുകാലിലെ ചെരുപ്പ് വെച്ച ആ ചുവടിന്റെ പിന്നാലെയാ ഇടതുകാലിന്റെ ചെരുപ്പ് ചുവട് വെക്ക. ഇടതുകാല് പിന്നെ വെക്കുന്ന ചുവടിന്റെ പിന്നാലെയാ വലതുകാല് വെക്ക. അങ്ങനെ പിന്നാലെ പിൻപറ്റിപ്പോകുന്ന പോലെ ഇസ്രായേലി സമൂഹത്തോട് എന്റെ സമുദായം പിൻപറ്റിപ്പോകുന്ന ഒരു കാലം വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൻ അതാ ഉമ്മഹു അലാനിയതൻ ലകാന ഫീ ഉമ്മത്തി മൻ യസ്നഉ ദാലിക. ഇസ്രായേലി സമൂഹം ചെയ്ത എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളും എന്റെ സമുദായത്തിലും ചെയ്യുന്നവരുണ്ടാകാം. ആ സംസ്കാരം അങ്ങനെ തന്നെ ഇവിടെയും കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ഹബീബ് പറഞ്ഞു, ഇമാം തുർമുദി അവിടുത്തെ ജാമിഇലെ ഹദീസ് പറയുന്നത് കാണാം, വഇന്ന ബനി ഇസ്രായീല തഫറഖതു അലാ 72 മില്ല.
ഇസ്രായേലി സമൂഹം 72 മതങ്ങളായെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വതതഫർഖൂം വതഫ്തരിഖൂ ഉമ്മത്തി അലാ 73 മില്ലാ. എന്റെ സമുദായം 73 മതങ്ങളാവുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. എല്ലാവരും നരകത്തിലാ, അതിൽ ഒരെണ്ണം ഒഴിച്ച് നേരത്തെ പറഞ്ഞ നടുവിലൂടെ വരച്ച വര സൂചിപ്പിച്ച വഴിയിലൂടെ പോയ സിറാത്തുൽ മുസ്തഖീം എന്ന വഴിയിലൂടെ, ഹിദായത്തിന്റെ വഴിയിലൂടെ പോയവരൊഴിച്ച് 72 നരകത്തിലാം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അത് ആരാണ് ആ നരകത്തിൽ പോകാത്തവര്? അപ്പൊ അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും എങ്ങനെയോ. നമ്മുടെ തൊട്ടടുത്തല്ലേ മാലിക് ബിൻ ഹബീബും മാലിക് ബിൻ ദീനാറും റളിയല്ലാഹു അൻഹുമാ പള്ളി പണിത സ്ഥലം. അന്ന് അവർക്ക് ആ സൗകര്യത്തില് അവരുടെ കൂടെയും 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു, 12 പുരുഷന്മാരും 2 സ്ത്രീകളും. ഒരു ജമാഅത്തിനുള്ള സൗകര്യം കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ അന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്വഹാബികൾ ചെയ്യാത്തത് ചെയ്യാം. സ്വഹാബികൾക്ക് ദീന് ഇല്ല എന്ന അർത്ഥത്തിലേക്ക് ചിത്രീകരിക്കാം, പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയുള്ളവര് റസൂലുള്ളാഹി പറഞ്ഞത് മില്ലത്ത് എന്ന, മില്ലത്തിനർത്ഥം മതം എന്ന് ഞാൻ കരുതി കൂട്ടി പറഞ്ഞതാ. മില്ലത്തിന്റെ അർത്ഥം ഇമാം റാസി പറയുന്നത് ദീൻ എന്നാണ്. ഇമാം റാസി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ ആയത്തെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖയ്യിമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ദീൻ എന്നതിന്റെ അത്ഫ് ബയാൻ അല്ലെങ്കിൽ ബദല് മില്ലത ഇബ്രാഹീം. ദീനാണ് മില്ലത്ത്, അതായത് മതഭ്രഷ്ടാണ് ബിദ്അത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സൂക്ഷ്മതൊക്കെ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയണ്ട, കട്ടി കുറയ്ക്കണം ഇൻഷാ അല്ലാഹ്. സാധാരണക്കാരല്ലേ ഇരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പാരമ്പര്യത്തിലൂടെ ഇങ്ങനെ പോകുന്നതാ. ഈ പാരമ്പര്യം നമ്മുടെ ഉപ്പ മുസ്ലിമായി, നമ്മൾ മുസ്ലിമായി. നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ ഉപ്പമാരായി പാരമ്പര്യമായി കിട്ടിയതാ നമ്മുടെ ദീന്. അതിന് കൊഞ്ഞനം കുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ കൊഞ്ഞനം കുത്തണം? ദീനെന്ന് പറഞ്ഞാൽ അതൊരു പരമ്പരയാണെന്ന് ഖുർആൻ. ദീനെന്ന് പറഞ്ഞാൽ ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ നഖീമുദ്ദീൻ. മുസ്തഖീമായ മാർഗം തന്നെ അവിടെയും പറഞ്ഞത്. എന്താണ് ദീന്? ആയത്തിന്റെ ക്രമീകരണം തന്നെ നോക്കണേ. മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക. മഹാനായ നൂഹ് നബിക്ക് വസിയത്തായി അല്ലാഹു ഏൽപ്പിച്ചതും അവസാന പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അല്ലാഹു വഹിയായി അറിയിച്ചതും. ആദ്യം നൂഹ് നബിയെ പറഞ്ഞു, ശരീഅത്തിന്റെ ആദ്യത്തെ പ്രവാചകൻ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ശരീഅത്തിന്റെ അവസാനത്തെ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. 2 അഗ്രങ്ങളെ പറഞ്ഞിട്ടോ ഈ 2 അഗ്രങ്ങളുടെ ഇടയിലെ കൃത്യമായ സനദ് പറഞ്ഞു. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീം വമൂസാ വഈസാ. ക്രമാനുസൃതം അവരുടെ സനദ് ഇങ്ങനെ പറഞ്ഞു. നൂഹ് നബി മുതൽക്ക് തുടങ്ങുന്ന ശറഇന്റെ പരമ്പര കൃത്യമായി പറഞ്ഞു. അവർക്ക് എന്തൊക്കെ വഹിയായി വസിയത്തായി അല്ലാഹു അറിയിച്ചോ അതാണ് നിങ്ങളുടെ ദീനെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ അവർക്ക് വഹിയായി വസിയത്തായി അറിയിച്ചത്? അന്നഖീമുദ്ദീൻ, മുസ്തഖീമായ മാർഗത്തിലേക്ക് കൂടിക്കോ, അതാ നിങ്ങളുടെ ദീനെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ മേൽവിലാസം കൃത്യമാണ്. ഞാൻ വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. എന്റെ സഹോദര, ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ അല്ലെങ്കിൽ ധൈര്യമായി മറ്റുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മുസ്തഖീമായ മാർഗത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീമൂ
فقد سبقتم سبقا بعيدا فإن أخذتم يمينا والشمالا لقد ضللتم ضلالا بعيدا. ഖുർആൻ ജീവിതത്തിന്റെ മാർഗദർശനമായി കിട്ടിയ മുഅ്മിനീങ്ങളെ, നിങ്ങളോടൊന്ന് പറയട്ടെ, ഇസ്തഖീമു, നിങ്ങൾ മഹാന്മാരുടെ മാർഗത്തിലേക്ക്, മുസ്തഖീമായ മാർഗത്തിലേക്ക് കൂടണേ. എന്താണ് കാരണമെന്നറിയുമോ? ഫഖദ് സുബിഖതും സബഖൻ ബഈദാ, നിങ്ങൾക്ക് മുന്നേ കുറെ സാബിഖീങ്ങളായ മഹത്തുക്കൾ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നേ കുറെ സാബിഖീങ്ങളായ മഹത്തുക്കൾ കടന്നുപോയിട്ടുണ്ട്. ആ സാബിഖീങ്ങളായ മഹത്തുക്കൾ പോയ വഴിയിലേക്ക് നിങ്ങൾ കയറണേ. ആ വഴിയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് കുറെ ന്യായങ്ങളും യുക്തികളും പരിഷ്കരണങ്ങളും നിറക്കപ്പെട്ട ആധുനിക ചിന്തയുടെ പുതിയ പുതിയ വഴികൾ ഓരോരുത്തരും മനോഹരമായ രീതിയിലൂടെ പരിചയപ്പെടുത്തുമ്പോ ആ മഹാന്മാര് പോയ ഇന്നലകളിൽ കഴിഞ്ഞ മഹത്തായ വഴി വിട്ടതിന്റെ വലത്തേക്കോ ഇടത്തേക്കോ നിങ്ങൾ ഒരൽപ്പം ചാഞ്ഞാൽ ചെരിഞ്ഞാൽ ലഖദ് ളലൽതും ളലാലൻ ബഈദ, ഒരിക്കലും ശരിയിലേക്ക് വരാൻ കഴിയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സാബിഖീങ്ങൾ പോയ ആ വഴി, ഇതിങ്ങനെ എത്രയാ നമ്മുടെ പ്രമാണങ്ങളിൽ. 5 വഖത്താണ് നിസ്കാരം എന്ന് പറയാൻ വാക്കുകൾ കൊണ്ട് പിശുക്ക് കാണിച്ച ഖുർആൻ ആ സാബിഖീങ്ങളുടെ പേരും അഡ്രസ്സും പറഞ്ഞു. എന്തുകൊണ്ട്? ആ വഴി അത്ര പ്രാധാന്യമാണ്. ആരാണ് ആ സാബിഖീങ്ങൾ? ആരാണ് സാബിഖീങ്ങൾ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه اللهم اجعلنا منهم يا رب العالمين. ആരാണ് സാബിഖീങ്ങൾ എന്നറിയുമോ? മിനൽ മുഹാജിരീന വൽ അൻസാർ, അവർ മഹാന്മാരായ മുഹാജിറുകളാ, അവർ മഹാന്മാരായ അൻസാറുകളാ. ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ പറയുന്നു, ഹുമുല്ലദീന സല്ലൂ ഇലൽ ഖിബ്ലത്തൈൻ ജമീഅ വഹും അഹ്ലു ബദരിൻ റളിയല്ലാഹു അൻഹും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോവേണ്ട സാബിഖീങ്ങളുടെ വഴി എന്ന് ഖുർആനും ഹദീസും പറഞ്ഞ ആ നടുവിലൂടെ വരച്ച ഹിദായത്തിന്റെ വഴി എന്ന് പറയുന്നത് 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് മുത്തുനബിയോട് കൂടെ നിസ്കരിച്ച സ്വഹാബികൾ, ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത്, അവര് കാണിച്ചു തന്ന വഴിയാണ് ആ വഴികൾ. 96ഓളം വരുന്ന മുഹാജിറുകളും 217ഓളം വരുന്ന അൻസാറുകളും, അങ്ങനെ 313 സ്വഹാബത്ത് കാണിച്ചു തന്ന വഴിയേതോ ആ വഴിയാണ് നിങ്ങൾ പോകേണ്ട വഴി എന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ വഴി എന്തായിരുന്നു? വിശ്വാസത്തിൽ അവരുടെ വഴി നമുക്ക് കാണാൻ കഴിയും. കർമ്മപരമായ കാര്യങ്ങളിൽ അവരുടെ വഴി കാണാൻ കഴിയും. വിശദീകരിക്കാൻ നേരമില്ല. കർമ്മപരമായ കാര്യങ്ങളിൽ അവരുടെ വഴികളുടെ പിന്നാലെ പോകുമ്പോഴാ 4 മദ്ഹബ് കാണാം. 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും 4 അഭിപ്രായമെന്ന്. അല്ല മോമിനെ, 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാ കാര്യത്തിലും എല്ലാവരും ഒറ്റഭിപ്രായക്കാരാ. 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ മാത്രം 2 അഭിപ്രായം വരുമ്പോ 2 ഇമാമിങ്ങൾ ഒരു പക്ഷത്തും അപ്പോൾ മറ്റു 2 ഇമാമിങ്ങൾ മറുപക്ഷത്തും, അല്ലെങ്കിൽ ഒരാൾ ഒരു പക്ഷത്ത് മറ്റു 3 ആളും ഒരു പക്ഷത്ത് വരുന്നു. പിന്നെ കാണാം വളരെ വിരളമായി 3 അഭിപ്രായങ്ങൾ. കർമ്മശാസ്ത്രത്തിൽ സ്വഹാബത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ആ 3 അഭിപ്രായങ്ങൾ ഹദീസിലുള്ളതാ. ഹദീസിന്റെ വ്യത്യസ്തമായ അവസ്ഥയാ മദ്ഹബുകളുടെ രൂപം വന്നത്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോ അവർക്ക് 2 പേർക്കും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടെന്ന് സൂറത്തുൽ അംബിയ. 2 പേരും പറഞ്ഞ മതവിധിയെക്കുറിച്ച്, 2 പേരും പറഞ്ഞ ന്യായത്തെക്കുറിച്ച്, 2 പേരും ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ ഹിക്മത്തിനെ കുറിച്ച് അവർക്ക് 2 പേർക്കും 2 അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് ഖുർആൻ. അമ്പിയാക്കളിൽ പോലും ഈ വ്യത്യസ്തത ഉണ്ടായിരുന്നു. കർമ്മപരമായ കാര്യങ്ങളിൽ സ്വഹാബത്തിന്റെ പിന്നാലെ പോകുമ്പോൾ സ്വഹാബികൾ ഓരോരുത്തരും നബിയിൽ നിന്നും കേട്ടത് പറഞ്ഞതിന് കർമ്മപരമായ രംഗങ്ങളിൽ തിരിച്ചോടത്ത മദ്ഹബ് കാണപ്പെടുന്നത്. ഞാൻ അതിലേക്ക് വരുന്നില്ല. എന്നാൽ മഹാന്മാരായ സ്വഹാബത്തിന് വിശ്വാസത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു അവരുടെ വിശ്വാസം? ഒരൽപ്പം അത് പറയാം. എങ്ങനെയാ ഖുർആൻ പറഞ്ഞത്?
വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. കപടന്മാരോട് പറയാണ്, നിങ്ങൾ ഈമാൻ കൊള്ളണേ. എങ്ങനെ ഈമാൻ കൊള്ളണം? കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ച പോലെ വിശ്വസിക്കണേ. എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞു ഈ പറയപ്പെട്ട അന്നാസ് ജനങ്ങൾ, അസ്ഹാബു മുഹമ്മദിൻ. ഉറക്കെ പറയൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ വിശ്വാസാണ് ആ പറഞ്ഞത്. അവരെ വിശ്വസിച്ച പോലെ വിശ്വസിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. സ്വഹാബത്തെ വിശ്വസിച്ച പോലെ വിശ്വസിക്കണമെന്ന് ഖുർആൻ. സ്വഹാബത്തിന്റെ വിശ്വാസം കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ ഖുഹ്തു ഇസ്തിസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബി. സ്വഹാബികളുടെ വിശ്വാസം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ മഴ കിട്ടാതെ വരുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതാവിന്റെ സഹോദരനായ സയ്യിദായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ആ തങ്ങളുപ്പാപ്പാനെ കൊണ്ടുവന്ന ഒരു കസേരയിലിരുത്തിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. മഴ കിട്ടാത്തതിന്റെ പേരിലുള്ള ദുആഇന്റെ മജ്ലിസിൽ ഒരു സയ്യിദ് ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ദുആ സ്വഹീഹുൽ ബുഖാരിയിൽ വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ ഇന്ന് വൈകിട്ടുമുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ. അല്ലാഹുവേ, പണ്ടൊക്കെ ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്ന കാലഘട്ടത്തില് നിന്റെ ഹബീബായ നബിയെ ഞങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ ഹബീബുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് പുന്നാര നബിയെ മുൻനിർത്തി ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ ഫതസ്ഖീനാ, നീ ഞങ്ങൾക്ക് അന്ന് മഴ തന്നുകൊണ്ടിരുന്നു. അല്ലാഹ് വ ഇന്നാ നതവസ്സലു ഇലൈക, ഇന്ന് നിന്നോട് ഞങ്ങൾ മഴ ചോദിക്കുന്നത് ബിഅമ്മി നബിയിനാ റബ്ബേ, വഫാത്തായി പോയ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഇന്ന് ഞങ്ങൾ മഴ തേടുന്നത്. അല്ലാഹ് ഫസ്ഖിനാ, ഞങ്ങൾക്ക് മഴ വേണം അല്ലാഹ്. ആരാണ് ദുആ ചെയ്തത്? ആരാണ് ദുആ ചെയ്തത്? ശിർക്കിന്റെ കണ്ടകോടാലി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നായകൻ, അല്ലാഹുവിന്റെ ആകാശലോകത്ത് ഈ ദുആ ചെയ്ത ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്ക് പോലുമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ പുന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരനായ അബ്ബാസ് തങ്ങളെ മുൻനിർത്തി ചോദിക്കാ, ഞങ്ങൾക്ക് മഴ വേണമല്ലാ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് വെറുതെ പാടിയതല്ല. മഹാനായ ആറ്റപ്പൂ തങ്ങളുടെ നേതൃത്വത്തിൽ 10,000 വരുന്ന മജ്ലിസുൻ നൂറിന്റെ അനുഗ്രഹീതമായ സദസ്സുകളിലൂടെ ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്, പാടുന്നത്, പ്രകീർത്തിക്കുന്നത്, മഹാന്മാരെ തവസ്സുൽ ചെയ്യുന്നതിന്റെ മുന്നില് വെറുതെ പറഞ്ഞതല്ല. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന മഹാനായ സ്വഹാബിയുടെ വിശ്വാസമായിരുന്നു. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് തരണേ അല്ലാഹ്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒറ്റ വഴി. ഇതാണ് നേരത്തെ പറഞ്ഞ ഹിദായത്തിന്റെ വഴി. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.